ടച്ചസ് ദ ലൈൻ, അതായത് ഈ ലൈനെ ടച്ച് ചെയ്യുന്നു, ആ ലൈൻ്റെ പേര് x+y = 2. സർക്കിൾസ് ആൻഡ് ഫാമിലി ഓഫ് സർക്കിളിൽ നിന്ന് എല്ലാ എക്സാമിനും ഒരു ക്വസ്റ്റിനെ ചോദിച്ചിട്ടുള്ളൂ. ഈ രണ്ട് ഇക്വേഷനോടെ കമ്പൈൻ ചെയ്താൽ എയുടെ ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 3ഉം എയുടെ അപ്പർ വാല്യൂ എന്ന് പറയുന്നത് 9ഉം ആയിരിക്കും. Hello my dear students, welcome to Professor P.C. Thomas classes and Chaitanya classes. KEAM 2025 PYQ ഡിസ്കഷനിൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് സർക്കിൾസ് ആൻഡ് ഫാമിലി ഓഫ് സർക്കിൾസ്, അതായത് കോണിക്സിൻ്റെ പാർട്ടായിട്ട് വരുന്ന സർക്കിളിൽ മാത്രം കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് 2026 ഏപ്രിൽ KEAM അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിനായിട്ട് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്രാഷ് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ക്രാഷ് ബാച്ച് ഫോർ CBSE സ്റ്റുഡൻസ് മാർച്ച് 13 സ്റ്റാർട്ട് ചെയ്യും. സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസിന് മാർച്ച് 18 സ്റ്റാർട്ട് ചെയ്യും. ഓരോ ദിവസവും ഓരോ ടോപ്പിക്ക് നമ്മൾ തിയറി ബ്രീഫ് ചെയ്ത് ഫോർമുലാസൊക്കെ പറഞ്ഞ് PYQ ക്വസ്റ്റ്യൻസൊക്കെ കുറേ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകും. എല്ലാ ദിവസവും മോക്ക് എക്സാം ഉണ്ടാവും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ QR കോഡ് സ്കാൻ ചെയ്യാം, അതല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ 11th പഠിക്കുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ 12th നിങ്ങൾ NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴെല്ലാം ഓരോ ചാപ്റ്ററിൻ്റെയും ഓരോ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻസും അതിൻ്റെ തിയറി കൺസെപ്റ്റും യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കുമ്പോൾ NCERT ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോഴോ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. സർക്കിൾസ് ആൻഡ് ഫാമിലി ഓഫ് സർക്കിളിൽ നിന്ന് എല്ലാ എക്സാമിനും ഒരു ക്വസ്റ്റിനെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സർക്കിൾ നോക്കാം. അത് കഴിഞ്ഞിട്ട് കോണിക് സെക്ഷൻ, പരാബോള, എലിപ്സ്, ഹൈപ്പർബോള എല്ലാം ഒന്നിച്ച് നോക്കാം. സർക്കിളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സർക്കിൾ ടച്ചസ് ദി x-axis at 9, 0. If it also touches the straight line y = 14, then the equation of the circle is. For a circle touch x-axis at 9, 0. അത് x-axisൽ 9, 0യിൽ ടച്ച് ചെയ്യുന്നു. Circle touch x-axis at the point 9, 0, and it also touches the straight line y = 14. y = 14 എന്ന് പറയുന്ന സ്ട്രൈറ്റ് ലൈനെ അത് ടച്ച് ചെയ്യുന്നു. ദെൻ ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. നിങ്ങൾക്കറിയാം, സർക്കിളിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ സെൻറ്ററും റേഡിയസുമാണ് ആവശ്യം. y = 14ഉം x-ആക്സിസും ഇത് രണ്ടും സർക്കിളിൻ്റെ ടാൻജൻ്റ് ആണ്. ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ദിസ് എ സെൻറ്റർ. സെൻറ്ററിൻ്റെ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് x = 9 ആയിരിക്കും. സോ എക്സ് കോർഡിനേറ്റ് ഈസ് 9. y കോർഡിനേറ്റ് എന്ന് പറയുന്നത് 14ൻ്റെയും 0യുടെയും മിഡ് പോയിൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് 7. 9,7 ആയിരിക്കും സെൻറ്റർ എന്ന് പറയുന്നത്. റേഡിയസ് എന്ന് പറയുന്നത് ഈ ഹൈറ്റ് ആയിരിക്കും. ദിസ് ഹൈറ്റ് ഈസ് 7 അല്ലേ. ഇവിടുത്തെ y കോർഡിനേറ്റ് ആണ് റേഡിയസ് ആയിട്ട് വരുന്നത്, അത് 7 ആയിരിക്കും. സോ ഇക്വേഷൻ എന്തായിരിക്കും? x - 9 the whole square plus y - 7 the whole square is equal to 7 square. x - 9 the whole square plus y - 7 the whole square is equal to 49. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് -4, 2 ആൻഡ് സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, അടുത്ത പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാം. സർക്കിളിൻ്റെ ഇക്വേഷനെ കംപ്ലീറ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ x² + y² -4y -7/2 = 0. സർക്കിളിൻ്റെ ഇക്വേഷനെ കംപ്ലീറ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് എന്താണ് സെൻറ്റർ? സെൻറ്റർ എന്ന് പറഞ്ഞാൽ കോയഫിഷ്യൻ്റ് ഓഫ് x/-2. എക്സിൻ്റെ കോയഫിഷ്യൻ്റ് 0 ആണ്.
ബൈ -2 ചെയ്യുമ്പോൾ 0 കിട്ടും. കോഎഫിഷ്യൻ്റ് ഓഫ് y ബൈ -2, വൈയുടെ കോഎഫിഷ്യൻ്റ് -4 ആണ്. -4 ബൈ -2 വിച്ച് ഈസ് 2. ഇതായിരിക്കും സെൻറ്റർ. അപ്പോൾ ഒരു പോയിന്റ് അറിയാം, 2 പോയിന്റ് തന്നിട്ടുണ്ട്. സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഓപ്ഷനിൽ നിന്ന് ചെക്ക് ചെയ്താലും കുഴപ്പമില്ല. ഓപ്ഷനിൽ നിന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്. സെക്കൻഡ് ഓപ്ഷൻ അല്ലേ, y ഈസ് ഈക്വൽ ടു 2. അതല്ലെങ്കിൽ 2 പോയിന്റ് ഫോം അപ്ലൈ ചെയ്യുക. അതിൻ്റെ ആവശ്യമില്ല. ഒരു പോയിന്റ് 0, 2 ആണ്. നോക്കൂ, ഒരു സ്ട്രൈറ്റ് ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് 0, 2, അടുത്ത പോയിന്റ് -4, 2. ഓക്കെ, അപ്പോൾ അതിൻ്റെ y കോർഡിനേറ്റ് സെയിം ആണ്. അതപ്പോൾ x ആക്സിന് പാരലായിട്ട് ഇങ്ങനെ പോകും. സോ y ഈസ് ഈക്വൽ ടു 2 അല്ലെങ്കിൽ 2 പോയിന്റ് ഫോം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലൈൻ x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 2 ടച്ചസ് ദി സർക്കിൾ ഇഫ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. അതായത് എക്സ് പ്ലസ് ഒരു സർക്കിൾ ഉണ്ട്, അതിൻ്റെ സെൻറ്റർ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് -4, 0. ടച്ചസ് ദ ലൈൻ, അതായത് ഈ ലൈനെ ടച്ച് ചെയ്യുന്നു. ആ ലൈൻ്റെ പേര് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2. ഈ ലൈനെ ടച്ച് ചെയ്യുന്നു. ദെൻ ദ റേഡിയസ്, അതായത് ഈ പോയിന്റിൽ നിന്ന് ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണുന്നു, ദാറ്റ് ഈസ് റേഡിയസ്. റേഡിയസ് ഈസ് ഈക്വൽ ടു ax1, ദാറ്റ് ഈസ് -4 പ്ലസ് by1, ദാറ്റ് ഈസ് 0 -2 by √a² പ്ലസ് b². ടേക്ക് ഇറ്റ്സ് മോഡുലസ്. ax1 plus by1 plus c by √a² plus b², ദാറ്റ് ഈസ് 6 by √2. 6 by √2 എന്ന് പറഞ്ഞാൽ 6നെ നമുക്ക് 3 × 2 by √2 എഴുതാം. ദിസ് ക്യാൻസൽ, ന്യൂമറേറ്ററിൽ √2 കിട്ടും. ഇറ്റ് ബിക്കം 3 √2. ഫിഫ്ത്ത് ഓപ്ഷൻ കിട്ടും. 3 √2. ഫിഫ്ത്ത് ഓപ്ഷൻ ഇസ് ദ റേഡിയസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 2 diameters ഓഫ് ദ സർക്കിൾ ആർ എലോങ്. 2 ഡയമീറ്റർ തന്നിട്ടുണ്ട്, അതായത് ഒരു സർക്കിള്, അതിൻ്റെ 2 ഡയമീറ്ററിൻ്റെ ഇക്വേഷൻ തന്നിരിക്കുന്നു. ഏതെങ്കിലും 2 ഡയമീറ്ററിൻ്റെ ഇക്വേഷൻ തന്നിരിക്കുന്നു. ഫൈൻഡ് ഇറ്റ് സെൻറ്റർ. ഡയമീറ്റർ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് സെൻറ്റർ. 2 ലൈൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഓപ്ഷനിൽ നിന്ന് ചെക്ക് ചെയ്താലും മതി. ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തു, 1 കൊടുത്താൽ 7 കിട്ടില്ല. -1 1 കൊടുത്താലും 7 കിട്ടില്ല. -1 -1 കൊടുത്താൽ 7 കിട്ടില്ല. 1 -1 കൊടുത്താൽ 7 കിട്ടും അല്ലേ. 1 -1 കൊടുത്താൽ ഇവിടെ 3 + 4 7 വരും. അതുപോലെ തന്നെ 1 -1 ഇവിടെ കൊടുത്താൽ 2 + 3 5 കിട്ടും. ഫോർത്ത് ഓപ്ഷൻ ഈസ് കറക്റ്റ്. ഓപ്ഷനിൽ നിന്ന് ചെക്ക് ചെയ്താലും ഒരു പ്രശ്നവുമില്ല. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് 2 ലൈൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 2 സർക്കിൾസ്, 2 സർക്കിളിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഇൻ്റർസെക്റ്റ് അറ്റ് 2 ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്. ജെ ലെവലിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് പഠിച്ചിട്ടുണ്ട്. 2 സർക്കിൾസ് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്താലുള്ള കണ്ടീഷൻ. അതായത് ഫസ്റ്റ് സർക്കിളിൻ്റെ സെൻറ്റർ C1 എന്നും സെക്കൻഡ് സർക്കിളിൻ്റെ സെൻറ്റർ C2 എന്നും എടുക്കുന്നു. ഫസ്റ്റ് സർക്കിളിൻ്റെ റേഡിയസ് R1 എന്നും സെക്കൻഡ് സർക്കിളിൻ്റെ റേഡിയസ് R2 എന്നും എടുക്കുന്നു. കണ്ടീഷൻ എന്തായിരുന്നു? കണ്ടീഷൻ ഇതാണ്, C1 C2, അതായത് സെൻറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ലൈസ് ബിറ്റ്വീൻ R1 + R2 ലെസ് ദാൻ മോഡ് R1 - R2. ഇതാണ് കണ്ടീഷൻ. 2 സർക്കിൾ ടച്ച് ചെയ്യുന്നു, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു, ഇൻസൈഡ് വരുന്നു, അതിനെല്ലാം കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു, അത് വെച്ചിട്ടുള്ള കണ്ടീഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഫസ്റ്റ് സർക്കിളിൻ്റെ സെൻറ്റർ C1 എന്ന് പറയുന്നത് 2,3 ആണ്. റേഡിയസ് എന്ന് പറയുന്നത് 3 ആയിരിക്കും അല്ലേ, 3². ദെൻ സെക്കൻഡ് സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് 2,-3 ആണ്. അതിൻ്റെ റേഡിയസ് R2 എന്ന് പറയുന്നത് A ആണ്. ഇപ്പോൾ ഈ കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്താൽ മോഡ് R2 - R1 എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. മോഡ് A - 3 ലെസ് ദാൻ C1 C2, സെൻറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് C1 C2 = √(x2 - x1) the whole square എന്ന് പറയുമ്പോൾ 0 + 6² കിട്ടും, ദാറ്റ് ഈസ് 6 ലെസ് ദാൻ A + 3. ഓക്കെ, ഇപ്പോൾ ഈ കണ്ടീഷൻ മാത്രം എടുത്താൽ 3 ലെഫ്റ്റിലേക്ക് വന്നാൽ 3 ലെസ് ദാൻ A എന്ന് കിട്ടും, ഒരു കണ്ടീഷൻ കിട്ടും. 3 ലെഫ്റ്റിലേക്ക് വന്നാൽ ഇനി ഈ കേസ് എടുത്താൽ മോഡ് A - 3 ലെസ് ദാൻ 6 എന്ന് പറഞ്ഞാൽ -6 ലെസ് ദാൻ A - 3 ലെസ് ദാൻ 6 കിട്ടും. കംപ്ലീറ്റ് എല്ലാ ടൈമിലും 3 ആഡ് ചെയ്താൽ -3 ലെസ് ദാൻ A ലെസ് ദാൻ 9 എന്നും കിട്ടും. -3 ലെസ് ദാൻ A ലെസ് ദാൻ 9.
ഈ രണ്ട് ഇക്വേഷനോടെ കമ്പൈൻ ചെയ്താൽ എയുടെ ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 3ഉം എയുടെ അപ്പർ വാല്യൂ എന്ന് പറയുന്നത് 9ഉം ആയിരിക്കും. എ ലൈസ് ബിറ്റ്വീൻ 3 and 9, ദാറ്റ് ഈസ് 5th ഓപ്ഷൻ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സർക്കിൾ പാസസ് ത്രൂ 4, 0 and 0, 2. സർക്കിൾ പാസ് ചെയ്യുന്ന 2 പോയിന്റ് തന്നിട്ടുണ്ട് വിത്ത് സെൻറ്റർ ഓൺ y ആക്സിസ്, ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഓക്കെ, ഫോർ 0, 0, 2 സർക്കിൾ പാസ് ചെയ്യുന്ന 2 പോയിന്റുകൾ തന്നിട്ടുണ്ട്. 4, 0 and 0, 2. 4, 0 and 0, 2. ഓക്കെ, ഒരു പോയിന്റ് 4, 0. ആ ഫിഗർ അത്ര കറക്റ്റായില്ല. സെൻറ്റർ ഈസ് ഓൺ ഹിയർ. Then 4, 0, 0, 2 ഈ പോയിന്റ് ഇവിടെ പാസ് ചെയ്യുന്നു. സെൻറ്റർ ഓൺ y ആക്സിസ്. സെൻറ്റർ ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ 0K എന്ന് എടുത്തു. നമ്മൾ HK എന്നല്ലേ സെൻറ്റർ വിളിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് റേഡിയസ് ഈക്വൽ ആയിരിക്കും. ഈ ലെങ്ത്തും ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്, അത് ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മോഡ് K-2 ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല മോഡ് K-2 = റൂട്ട് ഓഫ് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 16 + K² വരും. x2 - x1 the whole square plus y2 - y1 the whole square. So mod K-2 = സ്ക്വയർ ചെയ്യുന്ന 2 സൈഡ്, സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. K² - 4K + 4 = 16 + K². Squaring both sides, K² cancelled. Then minus 4K = 12, K = -3. So 0K ആണ് സെൻറ്റർ പറഞ്ഞത്, 0 - 3. അപ്പോൾ സെൻറ്റർ എന്ന് പറയുന്നത് 0 - 3 വരും. 0 - 3 ഇതൊക്കെ റേഡിയസാണ്, ഇതെല്ലാം റേഡിയസ് ആണ്. റേഡിയസ് ഇക്വേറ്റ് ചെയ്ത് അപ്പോൾ -3 എന്നുള്ളത് എവിടെ വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ കൊടുത്താലും 5 കിട്ടും, ഇവിടെ കൊടുത്താലും 5 കിട്ടും. സോ റേഡിയസ് ഈസ് 5. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. ഓക്കെ, 6 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ സർക്കിൾസിൽ നിന്ന്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, താങ്ക് യു.